മോനെ ആ ഹോളിമ്പല്ലൊന്നും അടിച്ച. വരൂ വരൂ. ഡോക്ടറെ എനിക്ക് കുറച്ച് അച്ഛന് ഭയങ്കര പ്രഷറാണ് ഡോക്ടറെ. എന്നാ നീ കയറി പറയടാ. മണ്ണുമല ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ ഇവനെ കൊണ്ടുവരണ്ടെന്ന്. അത് കുഴപ്പമില്ല, ഓട്ടോ കുഴപ്പമില്ലേ, പിള്ളേരല്ലേ. നീ ഒന്ന് അങ്ങോട്ട് മാറുന്നേ. ഡോക്ടറെ എനിക്ക് കുറച്ച് ദിവസമായിട്ടേ ഉറക്കമില്ല ഡോക്ടറെ. പിന്നെ ഭക്ഷണം ഭയങ്കര അരുചി, എനിക്ക് കഴിക്കാനേ തോന്നുന്നില്ല. പിന്നെ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന പോലെ എനിക്ക് ഭയങ്കര മാനസിക സംഘർഷമുണ്ട് ഡോക്ടറെ. ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല, പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്. നിങ്ങളെന്താ ചെയ്യുന്നത്? പോലീസുകാരനാണ്, റിട്ടയർഡായി. ഇപ്പം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ജോലികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല ഡോക്ടറെ, ഒന്നുമില്ല, വീട്ടിൽ സ്വസ്ഥം. എന്തോന്ന് സ്വസ്ഥം, ഇയാളൊരു സ്വസ്ഥതയും കൊടുക്കില്ലേ വീട്ടില്. സാറേ പറയുമ്പോൾ എല്ലാം പറയണല്ലോ, ഇയാൾ ഭയങ്കര ദേഷ്യക്കാരനാ, ഭയങ്കര പിടിവാശിക്കാരനാ. ഇയാൾക്ക് മൂക്കിൻ്റെ തുമ്പത്താ ചൂണ്ടി. ദേഷ്യം ഉണ്ടെന്നുള്ള ഡോക്ടറെ, എൻ്റെ അച്ഛൻ പാവാ. ഇവര് പറഞ്ഞ പോലെ അത്ര ചൂടനൊന്നുമല്ല സാറേ. ഞാൻ കാര്യം പറയും, ശാസിക്കുകയും ചെയ്യും. അത് ഏതൊരു അച്ഛനും ചെയ്യുന്നതല്ലേ. മികച്ച പോലീസ് ഉദ്യോഗസ്ഥനുള്ള ഗവൺമെൻറ് ആദരവ് കൈ നീട്ടി വാങ്ങിയൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ, മനസ്സിലായില്ലേ? എനിക്കിപ്പോൾ ഒരു വിലയില്ല, എൻ്റെ വാക്കുകൾക്കും വിലയില്ല. അതേപോലത്തെ ഒരു സ്ഥിതി. ശരി ശരി. നിങ്ങൾ വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട്. ഏത് മരുന്നാണ് കഴിക്കുന്ന അറിയോ? ഗ്ലൈനൈസ് പ്ലെയിൻ. ഷുഗർ നോക്കിയിട്ട് ഇപ്പോൾ എത്ര നാളായി? കുറച്ച് നാളായി സാറേ. ഈ അടുത്ത കാലത്ത് എങ്ങാനും തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഏയ് ഇല്ല. ഏതായാലും നമുക്ക് 1-2 ടെസ്റ്റുകൾ ചെയ്യാം. എന്തായാലും തൈറോയിഡ് ഉണ്ടായാലും ഷുഗർ ഉണ്ടായാലും പ്രഷർ കയറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്രഷർ നോക്കാം. പ്രഷർ നോക്കിയിട്ട് ബാക്കി പ്രഷർ വലിയ കുഴപ്പങ്ങളില്ല. നിങ്ങൾക്ക് വേറെ പ്രഷറിൻ്റെ ഒന്നും വലിയ ബുദ്ധിമുട്ടുകളില്ല. വേറെ അങ്ങനെ അസുഖങ്ങളായിട്ടൊന്നും പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് ആകെപ്പാടെയുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളാണ്. അത് നമുക്ക് മരുന്നുകളിൽ കൂടെ അല്ലാതെ വേറെ വഴിയിൽ കൂടെ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. അതിൽ ഞാൻ മുമ്പേ പിന്തുടർന്ന് വന്നിട്ടുള്ളത് യോഗയാണ്. അപ്പോൾ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അപ്പോൾ നമുക്ക് യോഗയിൽ കൂടെ അത് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കേണ്ടി വരിക. അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. ഒരു മനുഷ്യൻ്റെ നല്ല ആരോഗ്യത്തിന് യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് നല്ലത്. അത് നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. മനസ്സാണ് ഒരു മനുഷ്യൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. നമ്മളുടെ മനസ്സൊക്കെ വളരെ ചെറുതാണ്. അത് വിശാലമാവട്ടെ വലുതാവട്ടെ, അപ്പോഴാണ് നമ്മളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ മാറിപ്പോവുക. അതിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഈ പറഞ്ഞ യോഗ എന്ന് പറയുന്നത്. യോഗ ഒരുപാട് വർഷങ്ങളായി ചെയ്യുന്ന മനുഷ്യനാണ് ഞാൻ. അതിൻ്റെ ഗുണം എനിക്കുണ്ട് താനും. ഇവിടെ അടുത്ത് കാഞ്ഞാണിയിൽ തന്നെ യോഗ സെൻ്ററുകളുണ്ട്. മോനൊരു കാര്യം ചെയ്യാം, അച്ഛനെ കൊണ്ടുപോയിട്ട് അവിടെ ഏതെങ്കിലും ഒരു യോഗ സെൻ്ററിനകത്ത് ചേർക്കുക. അച്ഛനൊരു യോഗ ചെയ്യട്ടെ. യോഗ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ മാറിപ്പോകാവുന്നേ ഉള്ളൂ. ഉണ്ട് സാറേ, കാഞ്ഞാളിൽ ഉണ്ണിച്ചാറിൻ്റെ ഒരു യോഗ സെൻ്റർ ഉണ്ട്. ഞങ്ങൾ അച്ഛനെ കൊണ്ടുപോകണം. നിങ്ങൾ എനിക്ക് തരാമെന്ന് വിചാരിച്ചിട്ടുള്ള ഫീസൊക്കെ, കൺസൾട്ടേഷൻ ഫീസൊക്കെ കാര്യം ചെയ്യാൻ അച്ഛന് യോഗ സെൻ്ററിൽ കൊണ്ട് ചേർക്കുമ്പോൾ അവിടെ കൊടുക്കുക. അച്ഛനൊന്ന് ശരിയായി വരട്ടെ, വേഗം തന്നെ ശരിയാവും. വളരെ സന്തോഷമുണ്ട് സാറേ, വളരെ സന്തോഷമുണ്ട്. ശരിയാവട്ടെ ശരിയാവട്ടെ. മാഷുണ്ടോ? ഉണ്ണിമാഷേ, എവിടെ ആള്? എനിക്കൊരു അഡ്മിഷൻ വേണം. സാറിൻ്റെ പേര്?
സുരേഷ് വാഴപ്പള്ളി. സ്ഥലം? പ്രോപ്പർ ഞാൻ അന്തിക്കാട്ടുകാരനാണ്. ഇപ്പോൾ കാഞ്ഞാണിയിലെ താമസം. അപ്പോൾ സാറിന് വരാൻ എളുപ്പമായില്ലേ? അല്ലാതെ ഉണ്ട് ജിമ്മ്, യോഗ, കളരി. സാറിന് ഏത് വേണമെന്ന് ചെയ്യാം. ഇനി അതല്ല, സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നതേ. എന്നോട് യോഗ ചെയ്യാനാണ് പറഞ്ഞത്. ഓ, യോഗയ്ക്കാണെങ്കിൽ വന്ന ദിവസം നന്നായി. ഇത് യോഗ ദിനാ. അപ്പോൾ ഞാൻ ഫീസ് തരട്ടെ. സാറപ്പോൾ അഡ്രസ്സ് ഒന്നിരുന്ന് എഴുതില്ലോ കേട്ടോ. വരൂ വരൂ. ഓക്കെ, സാർ കൊണ്ട് ഇരിക്കില്ല. ഇരുന്നോ. കാലൊന്ന് വൃത്തിരിക്കുക. ഓക്കെ, ഹോൾഡ് നിൽക്ക്. മട്ടിൽ നിവർന്ന് ജസ്റ്റ് ഒന്ന് ശ്വാസം വലിക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. അട്ടലിൽ നിവർന്നിരിക്കുക കേട്ടോ. കൈ രണ്ടും ലെവൽ വയ്ക്കുക. അട്ടലിൽ നിവർന്നിരിക്കുക. അതിനുശേഷം കൈകൾ രണ്ടും സൈഡിലേക്ക് വയ്ക്കുക. വലുതാലെടുത്തിട്ട് തുടരെ മുകളിലേക്ക് വയ്ക്കുക. എടുത്ത് തുടരെ നോർമലായി ശ്വാസം വലിച്ചു വിടാം. ഈ ആസനത്തിൻ്റെ വജ്രാസനം എന്ന് പറയാം കേട്ടോ. ഇടത് കാല് ഇതിൻ്റെ അടിയിൽ വയ്ക്കുക. വളരെ സ്ലോലി. അതന്നെ ഈ കൈ കൊണ്ട് ഈ കൈ വെച്ച് കാലെടുത്ത് വയ്ക്കുക. കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വലിക്കുക. ഈ ആസനത്തിൻ്റെ പേരാണ് വൃക്ഷാസനം. കാല് മാക്സിമം ഷീഡേക്കാൻ നോക്കുക. ഈ ആസനത്തിൻ്റെ പേരാണ് മയൂരാസനം. നട്ടൽ നിവർന്നിരിക്കുക. കൈ മലർത്തി വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. യെസ്, നട്ടൽ നിവർന്നിരിക്കുക കേട്ടോ. ഈ ആസനത്തിനെ അർദ്ധ പത്മാസനം എന്നാണ് പറയാം. യോഗ ചെയ്യാൻ അധികം ഉപകരണങ്ങൾ ആവശ്യവുമില്ല, അധികം പണച്ചെലവുമില്ല, അധികം സ്പേസും വേണ്ട. അത് ശരി, അതേതായാലും നന്നായി. ഞാൻ എൻ്റെ ജീവിതാവസ്ഥ പറഞ്ഞതാറ്റാ. ആ ഉണ്ണിമേഷേ, ഞാനേ നമ്മുടെ എല്ലാവർക്കും ആയിട്ട് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മുടെ പുതിയ അഡ്മിഷനാ, സുരേഷ് വാഴപ്പള്ളി. പോലീസാ, പക്ഷെ പേടിക്കൊന്നും വേണ്ടട്ടാ. ആള് റിട്ടയറായി. സാർ അന്തിക്കാടുന്നല്ലേ റിട്ടയർ ആയത്? ഞാൻ അന്തിക്കാട് ഉണ്ടായിരുന്നു. റിട്ടയർഡ് ചെയ്തത് ഞാൻ പാവർട്ടിന്നാണ്. സാർ ആദ്യമായിട്ടാണ് ജിമ്മിലൊക്കെ വരുന്നത്? അതെ, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഹെൽത്ത് ആണ് വെൽത്ത്. ആ ഒരു അവയർനെസിന്റെ കുറവ് സമൂഹത്തിൽ ധാരാളം ഉണ്ട്. പിന്നെ ഡോക്ടറെ കണ്ട് അസുഖങ്ങൾ വരുമ്പോഴേ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയണം നടക്ക്, അതുപോലെ യോഗ ചെയ്യ്, എക്സസൈസ് ചെയ്യുന്നൊക്കെ. ഇപ്പൊ എന്റെ സ്ഥിരം ഇത് തന്നെയല്ലേ. അതും ഡോക്ടർ പറയേണ്ടി വന്നില്ല സാറേ? ഡോക്ടറെ കണ്ടിട്ടപ്പോ ഞാനും വരുന്ന ഇവിടെ. കാലിങ്ങനെ വാങ്ങിടേക്ക് വയ്ക്കുക. കൈങ്ങനെ പിടിക്കുക. ബ്രീത്ത് ഇൻ ചെയ്യുക. ശ്വാസം വിടുക. ശ്വാസം വലിച്ചിട്ട് ശരിയാ. കൈ ഇങ്ങനെ കാലും കൂടെ ചെയ്യുക. നേരം മുകളിൽ നോക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യുക. വീണ്ടും ശ്വാസം വലിക്കുക. ശ്വാസം വിടുക. ശ്വാസം വലിക്കുക. ചെയ്യുക. ടച്ച് ചെയ്യുക. ശ്വാസം വിടുക. ഈ ആസനത്തിന്റെ പേരാണ് ത്രികോണാസനം എന്ന് പറയും. യോഗ ചെയ്യുമ്പോൾ മനഃശാന്തി മാത്രമല്ല, ശരീരത്തിന് സൗന്ദര്യം വരെ കൂടും. വെറുതെ അല്ല വിവേക, നീ ഓരോ ദിവസം കൂടുന്തോറും സൗന്ദര്യം വെച്ച് വരണേ. അതുപോലെ തന്നെ കാല് സ്ട്രൈറ്റ് ചെയ്യുക. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. അതെ, എനിക്ക് കാലത്തേറ്റ് ഏറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്. അത് എന്നും തലവേദനയാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ യോഗ ചെയ്തപ്പോൾ ആ തലവേദന എന്ന് പറയുന്ന അവസ്ഥ തന്നെ മാറി. വലിയ മൈഗ്രെയിൻ ആയിരുന്നു, വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. യോഗ ചെയ്യൂ, ആരോഗ്യം വീണ്ടെടുക്കൂ, മനഃശാന്തി നേടൂ.